ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നാത്തൂനും നാത്തൂന്മാരൊക്കെ കളിയും ചിരിയൊക്കെ? എന്താ വിഷയം? ഞാനുകൂടിയാണ് കേൾക്കട്ടെ. ഇതേ ഞങ്ങൾ സ്ത്രീകളുടെ മാത്രം വിഷയവാ. സ്ത്രീകളുടെ മാത്രം വിഷയോ? നീ ഒറ്റ ഒരുത്തിയാടി ഓരോരോ കുറ്റങ്ങളും പറഞ്ഞ് എന്നെയും സഹോദരിമാരെയും തമ്മിൽ തെറ്റിക്കുന്നത്. പ്രകാശേട്ടാ, ആവശ്യമില്ലാത്തത് പറയരുത്. ഭർത്താവിന്റെ പ്രവൃത്തി ദോഷത്തിന് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നതേ പ്രകാശന്റെ വീട്ടിലെ പാലുകാച്ചലിനെ കുറിച്ചാ. പാലുകാച്ചലിനെ കുറിച്ച് എന്താ ഇത്ര പറഞ്ഞ് ചിരിക്കാൻ? ഭക്ഷണം ഏതാണ്ട് കുറച്ച് ബാക്കി വന്നപ്പോ അത് വീട്ടിലേക്ക് എടുത്തില്ല. ഗൃഹനാഥൻ അതിന്റെ വിലയിട്ട് കാറ്ററിംഗുകാരുടെ റേറ്റിൽ കുറച്ചെന്നാ നാട്ടുവർത്തമാനം. എന്തിനാടാ ഇത്ര എച്ചിത്തരം കാണിക്കുന്നേ? അതടി റേറ്റിൽ കുറച്ചു, അല്ലാതെ നിന്നെ പോലുള്ള ദരിദ്രവാസികളെ ക്ഷണിച്ചു വരുത്തിയിട്ടേ മൂക്കുമുട്ടെ ഞണ്ണാൻ തന്നില്ല. ഞണ്ണിയ ശേഷം ആനയ്ക്കെടുപ്പതുള്ള പാർസലും ചുമന്നുകൊണ്ട് പോകാൻ കൊതിച്ചവർക്കൊക്കെ ചിലപ്പോ വിഷമമായി കാണും. അങ്ങനെയുള്ളവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പ്രകാശനുണ്ടല്ലോ പുല്ല്. ആ പിശുക്ക് അതിഥികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യത്തിൽ നീ കാണിച്ചില്ലല്ലോ. എടാ, മനുഷ്യനായ കുറച്ചൊക്കെ അന്തസ് വേണോടാ, അന്തസ്. വൃത്തികെട്ടവളെ. എന്താടാ നീ എന്നെ വിളിച്ചത്? വൃത്തികെട്ടവളെന്നോ? അതെ. നിന്നേക്കാൾ വലിയ വൃത്തികെട്ടവൻ വേറെ ആരാടാ ഉള്ളത്? കാറ്ററിംഗ് വേഷത്തിലാണെങ്കിലും അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ കാണായിരുന്നു. ചേടാ, എന്റെ അമ്മ ചന്ദ്രികയുടെ കൈ തൊട്ടപ്പോഴാ നിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഞാനക്കം വെച്ചത്. ഇല്ലെങ്കിൽ പാലുകാച്ചലിന് പകരവേ അവിടെ ചൂലുകാച്ചൽ നടന്നേനെ. എന്നിട്ട് അവരെ വിളിച്ചിരുത്തി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞോടാ ഈ എരപ്പേ? അവര് കഴിക്കേണ്ട ഭക്ഷണം കൂടിയല്ലേ നീ കാറ്ററിംഗുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പണത്തിൽ കുറച്ചത്? നിന്നേക്കാൾ വലിയ നാളെ വേറെ ആരുണ്ടടാ? നാട്ടുകാര് പറയുന്ന കാര്യം സ്വന്തം പെങ്ങളുടെ നാക്കിയെന്ന് കേട്ടപ്പോ സമാധാനമായല്ലോ. സുചിത്രയെടുത്തി വേണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലിയൊരു തർക്കൊന്നും വേണ്ട. ലക്ഷങ്ങൾ മുടക്കി കഷ്ടപ്പെട്ട് ഞാനൊരു വീട് വെച്ചപ്പോഴേ കണ്ട എംബോക്കികൾക്ക് പറയാനും ചിരിക്കാനും ഒരു വിഷയം കിട്ടി. വെറുതെ അല്ലടി നിങ്ങൾ ഒരുത്തികൾക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവാത്തത്. ഇതൊക്കെയല്ലേ മനസ്സിലിരിപ്പ്? കണക്കായി പോയി. ശാപം പിടിച്ച നിന്റെ മണിയറ കെട്ടിടത്തെക്കാൾ ഭേദമാടാ ഈ വാടക വീട്. സുചിത്രേ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിലേ ഈ പേ പിടിച്ചവളെ ഞാൻ ചവിട്ടിക്കൊല്ലും. എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവോ? ഞാൻ ചവിട്ടി ഞാൻ ബീത്തികേറ്റും. ആരാ നിന്റെ കുഴിത്തിരിമ്പ് പിടിച്ചോളൂ? ആരാടാ? ഇങ്ങനെയുണ്ടല്ലോ നിനക്കിന്ന് ഞാൻ. നിനക്കന്ന് കിട്ടിയ ചവിട്ടത് പോരാടാ. വേണ്ട, സഹോദരങ്ങൾ തമ്മിൽ അടിക്കണ്ട. അടിയൊക്കെ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. എന്റെ വിധിയാ ഇതൊക്കെ. ഞാനത് അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. വാടിക്കോട്ടെ, നടക്ക്. കൊല്ലും ഞാൻ. പോടാ. സുത്രേ, നിന്ന് അഭിനയിക്കാൻ നിൽക്കാതെ വന്ന് വണ്ടി കയറി. എടുത്തേ.